بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിന് വലിയ സ്ഥാനമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാളുകൾ, അവർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. നാം ഒരാളെ സ്നേഹിക്കുന്നു. എന്താണ് സ്നേഹിക്കാനുള്ള കാരണം? അയാളുടെ പണമല്ല, അയാളുടെ സൗന്ദര്യമല്ല, അയാളുടെ അധികാരമല്ല, ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി നാം ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയുള്ളവർക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ടാളുകൾ, അവർക്ക് അർശിൻ്റെ തണലുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നാം ഒരാളെ സന്ദർശിക്കുന്നു, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി ഒരു സഹോദരനെ, ഒരു സുഹൃത്തിനെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ആദൽ മുസ്ലിമു അഖാഹു ഔ സാറഹു ഖാല അല്ലാഹു തആല, ഒരു മുസ്ലിമായ മനുഷ്യൻ തൻ്റെ സഹോദരനെ, തൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിച്ചു. അല്ലാഹു തആല അവനോട് പറയും, ഖിബ്ത വത്വാബ മംശാക്, നീ നന്നായിരിക്കുന്നു, നിന്റെ നടത്തം നന്നായിരിക്കുന്നു. വതബവ്വഅത മൻസിലൻ ഫിൽ ജന്ന, നീ സ്വർഗത്തിൽ ഒരു ഇരിപ്പിടത്തെ ഉറപ്പിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ വാക്കുകളാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ താൻ താമസിക്കുന്നതല്ലാത്ത മറ്റൊരു ഗ്രാമത്തിൽ തൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടാൽ അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിക്കും. മലക്ക് അവനോട് പറയും, ഐന തുരീദ്, നീ എവിടേക്കാണ് പോകുന്നത്? അവൻ പറയും, ഞാൻ ഇന്നാലിന്ന ഗ്രാമത്തിൽ എൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാനാണ്. മലക്ക് അവനോട് ചോദിക്കും, അവൻ്റെ അരികിൽ നിന്ന് വല്ല അനുഗ്രഹങ്ങളും നിനക്ക് കിട്ടാനുണ്ടോ? എന്തെങ്കിലും ഉപകാരം കിട്ടാനാണോ പോകുന്നത്? എന്തെങ്കിലും ആവശ്യത്തിനാണോ പോകുന്നത്? ഖാല ലാ, അവൻ പറയും, അല്ല, ഗൈറ അന്നി അഹ്ബബ്തുഹു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു, ആ ഒരു കാരണത്താലാണ് ഞാൻ പോകുന്നത്. ഖാല, ആ മലക്ക് അവനോട് പറയും, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹു പറഞ്ഞയച്ചതാണ്. ബിഅന്ന അല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബ്തഹു ഫീഹി, നീ നിന്റെ സഹോദരനെ ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇതറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് ആ മലക്ക് പറയുകയാണ്. സ്നേഹബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം ഹദീസുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ബന്ധങ്ങൾക്ക് കോട്ടങ്ങൾ വരാതെ നാം സൂക്ഷിക്കണം. പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കണം. അതെല്ലാം റബ്ബിൻ്റെ പൊരുത്തം നേടാനുള്ള വസീലയാക്കി നമ്മൾ മാറ്റുകയും ചെയ്യണം. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ എല്ലാം നിലനിർത്തി തരുമാറാവട്ടെ. അർശിൻ്റെ തണൽ ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളായി അത്തരം ബന്ധങ്ങളെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ.